മീൻ മേടിച്ചു തന്നവരെനിക്ക്. മീൻ അതുവഴി അവര് വീട്ടുകാർക്ക് മീൻ മേടിച്ചപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനും മീന് വേണമെന്ന് തോന്നിയപ്പോൾ ഞാനും വാങ്ങിച്ചു. എനിക്ക് ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ വെറും 50 രൂപയുടെ മീൻ മതിയായിരുന്നു. ഈ 100 രൂപ ശമ്പളം തരുന്നവർ ഈ 50 രൂപയുടെ മീനിന്റെ കണക്കൂടെ പറഞ്ഞാണ് എനിക്ക് പിന്നെ ശമ്പളം തന്നത്. അതോടുകൂടെ ഞാൻ പറഞ്ഞു എനിക്കിനി ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അവരെന്നെ വിളിക്കുകയാണ്. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളും അറിയട്ടെ. വീണ്ടും വിളിക്കാൻ, നിനക്ക് ബാക്കി ക്യാഷ് കൂടെ തരാമെന്നും പറഞ്ഞ് വിളിച്ചപ്പം എത്ര രൂപ തന്നത്? 1000 രൂപ. എത്ര ദിവസത്തേക്കാണ് 1000 രൂപ? 100 രൂപ വെച്ച് തന്നുകൊണ്ടിരുന്നവര് വിളിച്ച് 1000 രൂപ തന്നിട്ട് അവരവരെ ഭർത്താവ് ഒരു വശം തളർന്ന് കിടക്കണയാണെങ്കിലും ബാത്റൂമിലൊക്കെ പോകും. അപ്പൊ ആ മനുഷ്യനും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, 1000 രൂപ കൊടുക്കണേ എന്ന്. അതാണ് നമ്മളെ ബന്ധുക്കളുമായിട്ട് സഹായിക്കുന്ന ബന്ധുക്കള്. ഇതുകൊണ്ടാണ് ഷാർജയിലെ ഒരു വിഭജികയും ഒരു അതുല്യയും ഭർതൃപീഡനം സഹിച്ച് അവിടെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇതുപോലെ തിരികെ മടങ്ങി അവരവരുടെ വീട്ടിൽ ഭവനങ്ങളിൽ വന്ന് ആരും ചേർത്ത് പിടിക്കാനില്ല. എല്ലാവരും സ്വന്തം കാര്യം സ്വന്തമാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കോടിക്കണക്കിന് അവർക്ക് കാശ് ഉണ്ടാക്കിയാൽ മതി, വേറെ ആർക്കും ധർമ്മം ചെയ്യാൻ. ഒരു പക്ഷേ ധർമ്മം ചെയ്താൽ 100 രൂപ ആർക്കെങ്കിലും ധർമ്മം ചെയ്താലോ. ഈ കാശ് വാരിക്കൂട്ടി വെച്ചിരുന്നാണ് അത് ചെലവാക്കാനുള്ള ഒരു വഴി ദൈവം വെക്കുന്നത്. മനസ്സിലായ? അതുപോലെ അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ദൈവം കൂടെ ഉണ്ടാവും. അധ്വാനിച്ചുണ്ടാക്കാതെ ഇടവഴി കൂടി ഇടനാഴി കൂടി രാത്രിയും അർദ്ധരാത്രിയും ആളുറങ്ങുന്ന സമയവും എല്ലാം പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും ജീവിച്ചവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കും. എൻ്റെ ഈ ലൈവിൽ വന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവോ? നിങ്ങൾ ഹിന്ദിക്കാരാണ്, പേര് കണ്ടിട്ട് ഹിന്ദിയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. കഴിഞ്ഞു, എൻ്റെ പരിപാടി കഴിഞ്ഞു, മതിയാക്കി. ഇത്ര എനിക്ക് അപ്പോഴപ്പോഴായിട്ട് ഈ കഷായം മരുന്ന് കുടിക്കുന്ന വിശപ്പ് വരുമ്പം കുറേശ്ശെ ഞാൻ കഴിക്കുള്ളൂ. ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ, വന്നോളൂ. പുറത്തിരിക്കാം. ആരും ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് പോ. വന്നവരൊക്കെ തിരികെ പോയി, അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോവാം. അവസാനിപ്പിക്കട്ടെ, ലൈവ് അവസാനിപ്പിക്കട്ടെ.